വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിനാൽ സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയെന്ന് ആരോപിച്ച് സംവിധായക സൗമ്യ സദാനന്ദൻ. കുഞ്ചാക്കോ ബോബനും നിമിഷ സജയനും പ്രധാന കഥാപാത്രങ്ങളെ എത്തിയ മാംഗല്യം തന്തുനാനേന എന്ന സിനിമയുടെ സംവിധായികയാണ് സൗമ്യ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പറഞ്ഞത്. എന്റെ പുഞ്ചിരി തിരിച്ചു വന്നതിന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടുകൂടിയാണ് സൗമ്യ തുടങ്ങുന്നത്. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിനാൽ തന്നെ സിനിമയിൽ നിന്ന് വിലക്കി. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. താനൊരു ആർട്ട് സിനിമയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രധാന നടനും നിർമ്മാതാവും വിചാരിച്ചു. അവർക്ക് ഒരു കമേഴ്ഷ്യൽ സിനിമയാണ് വേണ്ടിയിരുന്നത്. തന്നെ പുറത്താക്കി പ്രധാന നടനും സഹ നിർമ്മാതാവും സിനിമ എഡിറ്റ് ചെയ്തു. ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രോജക്റ്റുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ല. പുതിയ പ്രോജക്റ്റുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, മാഫിയയുമുണ്ട്. ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് കള്ളം പറയുകയാണ് എന്നും സൗമ്യ പറയുന്നു. 2020 ഞാൻ സിനിമ വിട്ടു. താൻ മനഃപൂർവ്വം സിനിമ വിടുകയോ തന്നെ സിനിമ വിട്ടുകളയുകയോ ചെയ്തതല്ല. ദുരനുഭവങ്ങളെ അതിജീവിക്കാൻ കുറച്ച് വർഷമെടുത്തു. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ സംഭവങ്ങളും സത്യമാണ് എന്നും സൗമ്യ കൂട്ടിച്ചേർത്തു. സംഗീതജ്ഞനായ ചെമ്പയ്യയെ കുറിച്ച് ഒരുക്കിയ ഡോക്യുമെന്ററിക്ക് ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സംവിധായകയാണ് സൗമ്യ സദാനന്ദൻ. കുറച്ചു നാളുകൾക്ക് മുൻപ് മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തെക്കുറിച്ച് സൗമ്യ പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വീട്ടിലുള്ളവർ കൂടാതെ പുറത്തു നിന്നുള്ളവരും ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. ചിലപ്പോഴെങ്കിലും ഒരാൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് ഇവരെല്ലാം കാരണമാവും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്നതെന്നോ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഇതിൽ എന്താണ് പങ്കെന്നോ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നു. റോയിയെ പലപ്പോഴും അപകടത്തിൽ ചാടിക്കുന്നത് ഷംസു ആണ്. നിൽക്കക്കള്ളി ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ക്ലാരയോട് കാര്യങ്ങൾ പറയാൻ റോയിയുടെ സുഹൃത്ത് പറയുന്നത്. അതുപോലെ ചുറ്റുമുള്ള പലരും പറയുന്നത് കേൾക്കുന്നതാണ് പലപ്പോഴും നമ്മളെ അപകടത്തിൽ ചാടിക്കുന്നത്. എത്ര വഴക്കിട്ടാലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ കൂടെ ഉണ്ടാവുക വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് എന്നൊരു സന്ദേശം കൂടിയുണ്ട് ഇതിൽ. ഇത്തരം തിരിച്ചറിവുകൾ സിനിമ കണ്ടിറങ്ങുന്ന പുരുഷന്മാരിൽ കാണാനായി എന്നതാണ് ഏറ്റവും സന്തോഷം. സിനിമ കണ്ടിറങ്ങുന്ന സ്ത്രീകളുടെ ചുണ്ടിൽ ഉള്ള പുഞ്ചിരിയും പുരുഷന്മാരുടെ മുഖത്തുള്ള തിരിച്ചറിവും തന്നെയാണ് മാംഗല്യം തന്തുനാനയുടെ വിജയമെന്ന് ഞാൻ കരുതുന്നുവെന്നാണ് സൗമ്യ പറഞ്ഞിരുന്നത്. അതേസമയം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിശ്ചയിച്ച സിനിമാ കോൺക്ലേവ് മാറ്റിയേക്കുമെന്ന വിവരം. നവംബർ 24, 25 തീയതികളിലാണ് കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിനാലാണ് കോൺക്ലേവ് മാറ്റിയതെന്നാണ് വിവരം. നവംബർ 20 മുതൽ 28 വരെയാണ് ഫിലിം ഫെസ്റ്റിവൽ. അതേസമയം കേരളീയം, IFFK എന്നിവ ഡിസംബറിൽ നടക്കുന്നതിനാൽ കോൺക്ലേവ് ജനുവരിയിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമാ നയം രൂപീകരിക്കുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. വിവിധ മേഖലകളിൽ നിന്നുള്ള 350 ക്ഷണിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കോൺക്ലേവ് നടത്താൻ ലക്ഷ്യമിടുന്നത്.